നമസ്കാരം. ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കൃഷിമന്ത്രി പി പ്രസാദ് ഉന്നയിച്ച അതേ ആരോപണമാണ് ഗവർണറുടെ നിലപാടുകളോട് മന്ത്രി വി ശിവൻകുട്ടിക്കുമുള്ളത്. ഭരണഘടനാ പദവിയിൽ ഇരുന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ RSS അജണ്ട നടപ്പാക്കുകയാണെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ? ആവർത്തിക്കപ്പെടുന്ന ഭാരതാംബ ചിത്രവിവാദത്തിൽ രാജ്ഭവനുമായി സർക്കാർ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് നീങ്ങുമോ? CPIM RSS ബന്ധം എന്ന ആരോപണം നിലമ്പൂരിലെ പോളിംഗ് ദിനത്തിലും ചർച്ചയാകുമ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജ്ഭവൻ ബഹിഷ്കരണത്തിന് രാഷ്ട്രീയ പ്രസക്തിയില്ലേ? വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമായുള്ള പ്രത്യേക അഭിമുഖത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മന്ത്രി വി ശിവൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നു തത്സമയം. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിനിസ്റ്റർ, വീണ്ടും ഈ ഭാരതാംബ ചിത്രവിവാദത്തിൽ നമ്മൾ ഇതുപോലെ ഇരിക്കേണ്ടി വരുമെന്ന് കരുതിയതല്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളെടുത്ത നിലപാടുകൾക്ക് ഫലം കണ്ടിട്ടുണ്ട്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല, അതായത് പൊതുപരിപാടിയിൽ ഇത്തരം ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നാണ് രാജ്ഭവനിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു നിലപാടിന് ഫലം കണ്ടു എന്നാണ് സൂചന എന്നൊക്കെയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിറ്റേന്നാളാണ് മിനിസ്റ്റർ താങ്കൾക്ക് ഈ ചടങ്ങിൽ നിന്ന് ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോരേണ്ടി വരുന്നത്. രാജ്ഭവൻ ഈ കാര്യത്തിൽ ഒരു തിരുത്തലിന് തയ്യാറല്ല എന്നാണോ സർക്കാർ മനസ്സിലാക്കുന്നത്? രാജ്ഭവൻ ഒരു തിരുത്തലിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അതിൻ്റെ രാജ്യ പുരസ്കാർ അവാർഡ്, കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡിൻ്റെ ചടങ്ങായിരുന്നു. ഈ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സിൻ്റെ രക്ഷാധികാരി ഗവർണറും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നെ അതിനൊരു ജനറൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഈ രാജ്യ പുരസ്കാർ അവാർഡ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് സാറിന് രാജ്ഭവനിൽ നിന്നും അങ്ങനെയൊന്നും ആരും വിളിച്ച് ചോദിക്കാറില്ല. കാരണം രാജ്ഭവനിലെ ഗവർണർ ഇതിൻ്റെ ഒരു രക്ഷാധികാരി മാത്രമാണ്. ദൈനംദിന ഭരണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് എൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ ചേർന്നാണ്. രാജ്ഭവനിൽ നിന്ന് എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അത് കൊടുക്കണ്ടേ, ഈ രാജ്യ പുരസ്കാർ അവാർഡ് കൊടുക്കണ്ടേ, ഗവർണർ സർട്ടിഫിക്കറ്റ് ഒപ്പിടണ്ടേ എന്നെല്ലാം ചോദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം വന്നു. എന്നോട് വന്ന് അവരെല്ലാം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് ഗവർണറല്ലേ, ഗവർണറെ കിട്ടുമെങ്കിൽ നല്ല കാര്യമാണ്, ഗവർണറെ കൊണ്ട് തന്നെ കുട്ടികളെ കൊടുപ്പിക്കാം എന്നുള്ള നിലയിൽ പറഞ്ഞ് നമുക്ക് ആ നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഒരു പ്രോഗ്രാം നോട്ടീസ് പ്രിന്റ് ചെയ്ത് തന്നിരുന്നു. ആ പ്രോഗ്രാം നോട്ടീസിൽ ഈ ഭാരതാംബ, ഈ RSSന്റെ കൊടി പിടിച്ച ഭാരതാംബ ശ്രീയുടെ പടം ചില്ലിട്ട് ഒരു ഇതുണ്ടാവുമെന്നുള്ള നിലയിൽ അതൊന്നും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ലൈറ്റ്നിങ് ദി ലാമ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാനിന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അധ്യക്ഷനായിപ്പോയി രാവിലെ 10:30 മണിക്ക്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് താമസിക്കുമെന്നുള്ള രാജ്ഭവനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും അവർ എന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ അവിടെ ചെന്ന് സ്റ്റേജിനത്തേക്ക് കയറുന്നപ്പോൾ കണ്ട കാഴ്ച വെച്ചാൽ ഗവർണർ ഈ ഭാരതാംബ എന്ന് പറയുന്ന ആ പടത്തിൻ്റെ മുന്നിൽ അവർ തൊഴുതുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വനിത പിന്നെ RSSന്റെ കൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അതിൻ്റെ മുന്നിലൊരു വിളക്ക്, ആ വിളക്കെല്ലാം കൊളുത്തിയിട്ട് പിന്നെ ഭക്തിയോടുകൂടി നിൽക്കുന്ന രംഗമാണ് കണ്ടത്. ഞാൻ അവിടെ കസേരയിലിരുന്നു. അതിനുശേഷം സ്വാഗതപ്രസംഗം കഴിഞ്ഞു. സ്വാഗതപ്രസംഗം കഴിഞ്ഞ ശേഷം എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ആ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് 2-3 വാക്ക്, എൻ്റെ പ്രസംഗം ആകെ 3 മിനിറ്റ് നീണ്ടു എന്നുള്ളത്, അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ 2-3 വാക്ക് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ഗവർണർ ഇത് പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്ത കാര്യം ശരിയല്ല. അങ്ങവിടെ മഹാത്മാഗാന്ധിയുടെയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നീ കൊള്ളാം, അത് നമുക്ക് വിരോധമില്ലായിരുന്നു. പക്ഷേ ഇതൊരു ഔദ്യോഗിക ചടങ്ങെന്നുള്ള നിലയിൽ നിങ്ങൾ ഈ RSSന്റെ പിന്നെ ദൈവമെന്ന് കരുതപ്പെടുന്ന ഒരു പടം കൊണ്ട് വെച്ചതിൽ അത് ഒട്ടും ശരിയായില്ല. എന്ന് മാത്രമല്ല RSSന്റെ ഒരു പ്രവർത്തന താവളമാക്കി ഈ രാജ്ഭവനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന് ഉതകുന്ന രൂപത്തിലുള്ള സ്റ്റാഫിനെയും നിങ്ങളിപ്പോൾ വച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു കാര്യവും കൂടി കുട്ടികളോട് പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്.
അതുകൊണ്ട് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിൽ അല്ല എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ കുട്ടികൾക്ക് അറിയില്ല ഈ പിന്നെ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ വനിത മഹതി ആരാണെന്നുള്ളവരും കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ നിലയിലുള്ള പ്രോട്ടോക്കോളും ഗവൺമെൻറ് ലംഘിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ 161 പറയുന്നത് എന്താണ്? സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അല്ല ഗവർണർക്ക് ഇഷ്ടം പോലെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, ഈ മതേതരത്വത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ 51A ഈ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തെ സുപ്രീം കോടതി വിധി, ഹൈക്കോടതികളുടെ വിധി, ഇതിലെല്ലാം ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിവിട്ട പ്രവർത്തനങ്ങളെ, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ശാസിച്ചിട്ടുണ്ട് കോടതികൾ. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അങ്ങ് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതല്ലാതെ അങ്ങ് RSSന്റെ രാഷ്ട്രീയം അങ്ങയുടെ രാജ്ഭവനിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മിനിസ്റ്റർ, നമുക്കറിയാം ഇപ്പോൾ ഈ പുതിയ ഗവർണർ വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഒരു മാന്യനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതും നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഭാരതാംബ ചിത്ര വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഒരു അല്പം കൂടി കടത്തി പറഞ്ഞു. അതായത് കഴിഞ്ഞ ഗവർണറെ അപേക്ഷിച്ച് അർലേക്കറിന്റെ രാഷ്ട്രീയം കുറച്ചുകൂടി വ്യക്തമായി വരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി അവിടെ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ അതിനെതിരെ പ്രതിപക്ഷമൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നു. എന്നിട്ട് ആ കാര്യത്തിൽ സർക്കാർ കാര്യമായി ഒന്നും പ്രതികരിച്ചില്ല എന്ന വിമർശനവും ഉന്നയിച്ചു. ഇന്നിപ്പോൾ ഒരു സ്വന്തം അനുഭവത്തിൽ ശ്രീ വി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വെറുതെ ഇറങ്ങിപ്പോരുകയല്ല, അവിടുത്തെ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ടാണ് താൻ ഇറങ്ങിപ്പോരുന്നത് എന്ന് വ്യക്തമാക്കിയിട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അല്ല അർലേക്കർ എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം അനുസരിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഒരാളിനെ വിലയിരുത്തേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഗവർണർ പദവിയിലേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടോ അല്ലെങ്കിൽ പൂർവ്വകാല ചരിത്രം വെച്ചിട്ടോ അദ്ദേഹം ഗവർണറായിരുന്ന സ്ഥലത്തെ ആൾക്കാരുടെ ഉപദേശം വെച്ചോ വിലയിരുത്തേണ്ട കാര്യമില്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം തന്നെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നന്നായി തന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ നിമിഷം വരെ. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ തനി ഒരു RSSകാരനാണ് എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSSകാരനാണെങ്കിൽ RSSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ RSSന്റെ നേതാവായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ല, ഇപ്പോഴെങ്ങനെ ഒരു RSS നേതാവിനെ പോലെയാണോ ഗവർണർ പെരുമാറുന്നത്? അതാണല്ലോ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഈ പ്രശ്നം വന്നു നാട്ടിലുള്ള എല്ലാവരും അപാലവൃത്തം ജനങ്ങളും ഈ കാണിക്കുന്ന തെറ്റാണെന്നുള്ള നിലയിലുള്ള അഭിപ്രായം വന്നു. RSSൽ തന്നെയുള്ള സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം വന്നു. എന്നാലും താൻ ഈ ഭാരതാംബ എന്ന് പറയുന്നത് അതൊന്നും ഒരു പാർലമെൻറ്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആധികാരികമായ സമിതി തീരുമാനിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യമൊന്നുമല്ലല്ലോ. ഇത് RSSകാർ തങ്ങൾ തീരുമാനിച്ച് കൊണ്ട് നടക്കുന്ന ഒരു RSSന്റെ ഒരു ചിഹ്നം. അത് താൻ അവിടെ ഇപ്പോഴും പറയല്ലേ, അത് അവിടെ മാറ്റുന്ന പ്രശ്നമില്ല. അത് രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ ചടങ്ങിനും അത് ഞാൻ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ചടങ്ങ് രാജ്ഭവനിലുണ്ടാവില്ല. ഞാൻ അതിലേക്ക് കൂടിയാണ് വരുന്നത്. അതായത് ഈ സംഭവത്തിന് ശേഷം ഗവർണർ വ്യക്തമാക്കിയ ഒരു കാര്യം മിനിസ്റ്റർ, അതായത് ഭാരതാംബ എന്ന ആ ഇമേജിനെ ആ ചിത്രത്തെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ദേശീയതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ചിഹ്നമായിട്ടാണ് ഗവർണർ കാണുന്നത്. അദ്ദേഹം ആദ്യത്തെ വിവാദം ഉണ്ടായതിന് ശേഷം ഒരിക്കൽ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, അമ്മയെക്കുറിച്ച് ഭാരതാംബ എനിക്ക് നമ്മുടെ അമ്മയേക്കാൾ മഹത്തരമായ ഒന്നാണ്. അതുകൊണ്ട് ആ ഭാരതാംബയെക്കുറിച്ചൊരു വിവാദം പോലും, ഒരു ചർച്ച പോലും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അത് മാത്രമല്ല, അതിനുശേഷം ഗവർണറുടെ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ട് P. ശ്രീകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത്, ഭാരതാംബ എന്ന ചിത്രത്തിന് പിന്നിൽ ഇന്ത്യയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ അടയാളങ്ങൾ പേറുന്നതാണ് ആ ചിഹ്നം.
ആ ചിഹ്നം ഒരു ദേശീയ ചിഹ്നമായി തന്നെ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഇതിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ചിത്രങ്ങളോടുള്ള ഒരു വിരക്തി, ഒരു വിമുഖത എന്ന് ആണ് അവർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് ഒരു മറുപടിയോ വിശദീകരണമോ നൽകേണ്ട ബാധ്യത മന്ത്രിക്കും സർക്കാരിനുമുണ്ടോ? അല്ല, ഈ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന അവസരത്തിൽ RSS ആരുടെ കൂടെ ആയിരുന്നു? RSSന്റെ നേതാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാരനെ പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുന്ന ഒരു നിലപാടല്ലേ ഉണ്ടായിരുന്നത്. അത് രാജ്യത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ഈ ഭാരതാംബ എന്നെല്ലാം ഉള്ള രാജ്യസ്നേഹം എവിടെ നിന്ന് കിട്ടിയതാ? BJP, RSSന്. BJP കാര്യത്തിലില്ല, ക്ഷമിക്കണം. RSSന് എവിടെ നിന്നാണ് കിട്ടിയത്? RSS ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തെ പിന്നെ ഏതെങ്കിലും നിലയിൽ വർഗീയവൽക്കരിച്ച് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന പോലുള്ള സംഘർഷം നടക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമല്ലേ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? ഇപ്പോഴും അവർ നിൽക്കുകയല്ലേ, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ. അതെല്ലാം നമ്മളതിനെ കാണാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അവർക്ക് ഒരു ഇന്ത്യ രാജ്യത്ത് പിന്നെ അവർ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെൻറ് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന? ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ മിനിസ്റ്റർ സംസാരിച്ചപ്പോൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ മലയാളികളുടെ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ലല്ലോ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി നന്നായി തന്നെ അദ്ദേഹത്തെ പരിഗണിച്ചു, നല്ല രീതിയിൽ തന്നെ നല്ല ബന്ധവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. ആ നിലയിൽ പോകുമ്പോഴാണ് ഇപ്പോഴിതൊരു കല്ലുകടി പോലെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം മിനിസ്റ്റർ, ഇത് അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന് വ്യക്തമായല്ലോ. കാരണം ഗവർണർ ഒരു അടി പോലും പിന്മാറാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ എന്തെങ്കിലും ഒരു പിഴവോ തെറ്റോ ശരികേടോ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ഉള്ളതായി അദ്ദേഹം കാണുന്നുമില്ല. അതുകൊണ്ട് ഇനിയും ഈ ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും? അല്ല, ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടന അംഗീകരിക്കുന്ന ഒരു സർക്കാരിനും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ജാതി സംഘടനകളുടെയോ ചിഹ്നങ്ങളോ അതുപോലെ സൂചനകളോ പിന്നെ രാജ്ഭവനിലോ ക്ലിപ്പ് ഹൗസിലോ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലത്തോ മറ്റു മന്ത്രിമാർ താമസിക്കുന്ന സ്ഥലത്തോ വയ്ക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതല്ലേ നമ്മുടെ നാട്ടിൻ്റെ രീതിയും സംസ്കാരവും അങ്ങനെയാണല്ലോ. സംസ്കാരം മാത്രമല്ല, നിയമവും അങ്ങനെയാണല്ലോ. പക്ഷെ ഇനിയും ചടങ്ങുകൾ വരുമല്ലോ. ഇപ്പോൾ സർക്കാർ ചടങ്ങുകൾ ഗവർണർ പങ്കെടുക്കേണ്ടതായി വരും. ഗവർണർ പങ്കെടുക്കേണ്ടതായി വരുന്ന പുറത്തു നടക്കുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാം. അതല്ല, ഗവർണർ പിന്നെ ഭാരതാംബ എന്ന് പറയുന്ന ആ ചില്ലിട്ട പടം കാവി കൊടി പിടിച്ച പിന്നെ കൊടി പിടിച്ച സ്ത്രീയുടെ ആ പടവുമായാണ് പുറത്തുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരണമെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കൂല. അതിൽ സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ വിട്ടു നിൽക്കും അല്ലേ? അല്ല, ഞങ്ങൾ എങ്ങനെ പങ്കെടുക്കും? നിങ്ങൾ പറയുക, നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ആർക്ക് പങ്കെടുക്കാൻ പറ്റും? കേരളത്തിൽ ആർക്ക് പങ്കെടുക്കാൻ പറ്റും? അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ, മുഖ്യമന്ത്രിയോ ഗവർണറോ മന്ത്രിമാരോ ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ കൊടിയോ, ഇപ്പം നാളെ ഞങ്ങളുടെ വാഹനങ്ങളുടെ കൊടി, ആ കൊടിയുടെ കൂടത്തിൽ ഒരു ചുമന്ന കൊടി, അരിവാൾ ചുറ്റുവട്ടത്തിലെ കൊടിയും കൂടെ വെച്ചോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ നാട്ടുകാർ അംഗീകരിച്ചു തരുമോ? നിങ്ങൾ അംഗീകരിച്ചു തരുമോ? ആ മോഡലല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൃഷി വകുപ്പിനെ സംബന്ധിച്ച് ഇതേ പ്രശ്നം ഉണ്ടായല്ലോ. പി പ്രസാദ് പങ്കെടുക്കാതെ മന്ത്രി മാറി നിന്നു. പക്ഷെ അതിനുശേഷം കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ഒരു കാര്യം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. 24 തന്നെ അത് ആദ്യം പുറത്തുവിട്ടതാണ്. അതായത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് ഭാരതാംബ ചിത്രം പോലെയുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ചടങ്ങുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് കാര്യത്തിൽ ഒരു പൊതു നിർദ്ദേശം മുന്നോട്ട് വെക്കണമെന്നും ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹത്തെ അറിയിക്കണമെന്നും, അങ്ങനെ പൊതുഭരണ വകുപ്പും നിയമവകുപ്പും കൂടെ ചേർന്ന് ഒരു പൊതുനിർദ്ദേശം പുറത്തിറക്കണം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഈ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചിരുന്നു. ആ കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ടോ?
അത്തരമൊരു ഉപദേശം അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം രാജ്ഭവനെ അറിയിക്കാൻ ആലോചിക്കുന്നുണ്ടോ? എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വിവരം ഇല്ല കേട്ടോ. ഉം. എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല. ഞാൻ തോന്നുന്നു ഇപ്പോൾ നേരിട്ടുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു തീരുമാനം നല്ലതായിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിനിസ്റ്റർ? ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതായത് നയപരമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലല്ലോ. അത് ഗവൺമെന്റ് ആണല്ലോ. അത് ഗവൺമെന്റ് കേട്ടിട്ട് ഗവൺമെന്റ് തീരുമാനിക്കും. നമുക്കറിയാലോ ഇപ്പൊ ഒരു പ്രത്യേക രാഷ്ട്രീയ വിവാദം അല്ല ഈ പോളിംഗ് ഒക്കെ നടക്കുമ്പോഴും CPM RSS ബന്ധം എന്ന ഒരു ആരോപണം പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉയർത്തുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ്, അതായത് ഈ വിവാദമൊക്കെ വന്ന ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഭാരതാംബയുടെ ചിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നേരത്തെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ച കാര്യത്തിൽ ഞങ്ങൾ എതിർപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാരും പാർട്ടിയും ഒക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. CPM കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഈ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഇന്ന് മന്ത്രി ഈ രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഇറങ്ങിപ്പോരുന്നത്. അതൊരു രാഷ്ട്രീയ സന്ദേശമല്ലേ? KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാരടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുമ്പ് RSS ആയിരുന്നു, RSSനെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്ന്. കോൺഗ്രസിന്റെ പകുതിയോളം വരുന്ന ആൾക്കാർ രാത്രി മുഴുവൻ RSSും പകൽ മുഴുവൻ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം RSSനോട് CPM എടുക്കുന്ന നിലപാട്. അതിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായി അരമണിക്കൂർ നേരം നന്നായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല ആ കാര്യങ്ങളെ സംബന്ധിച്ചോളം. മിനിസ്റ്റർ, ഈ കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന സമയത്ത്, അല്ല അദ്ദേഹം പങ്കെടുക്കാതിരുന്ന സമയത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ അറിയിച്ചു, കാരണം ഇങ്ങനെ ഒരു ചിത്രം അവിടെ വച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന്. ഇപ്പോൾ താങ്കൾ ഈ ഒരു വിവാദം കൂടി നിൽക്കുന്ന സമയത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപ് താങ്കൾ അന്വേഷിച്ചിരുന്നോ ഭാരതാംബ ചിത്രം ഈ ചടങ്ങിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന്? അല്ലെങ്കിൽ താങ്കളുടെ ഉദ്യോഗസ്ഥർ താങ്കളെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നോ? അല്ല, എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. രാജ്ഭവനിൽ ഗവർണർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ആരെയൊക്കെ ചിത്രമാണ് നിങ്ങൾ അവിടെ വച്ചേക്കുന്നത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വയ്ക്കാൻ വേണ്ടി പാടില്ലല്ലോ. നാളെ ഇവിടെ കേരളത്തിലുള്ള ഹിന്ദു ദൈവങ്ങളുടെ മുഴുവൻ പടം, അല്ലെങ്കിൽ RSS ഇഷ്ടപ്പെടുന്നവരുടെ മുഴുവൻ പടം, അങ്ങനെ അത് വയ്ക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കി പോകേണ്ട ആൾക്കാരൊന്നും അല്ലല്ലോ മന്ത്രിമാർ. അതവിടെ വയ്ക്കാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ്. അവിടെ ചെന്നുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുണ്ടായി, അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തിരിച്ചു പോകുന്നു, അത്ര തന്നെ. അപ്പോൾ മിനിസ്റ്റർ, പിന്നെ ഈ കാര്യത്തിൽ ഗവർണർ ഇതേ നിലപാടുകൾ തുടരുന്നു എന്ന് പറയുമ്പോൾ ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ ഇറക്കുന്നു എന്നാണോ? അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എത്ര നാളായിട്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത സംസ്ഥാനമല്ലേ കേരളം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. എന്നാലും സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ, രാജ്ഭവനിൽ നിന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം കളിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു തലവേദനയാണല്ലോ. കാരണം ഭാവിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സർക്കാരും. ഞാൻ പറഞ്ഞത് ഭരണപരമായ കാര്യങ്ങളിൽ ഒരുമിച്ച് പോകേണ്ടതാണ് രാജ്ഭവനും സർക്കാരും ഒക്കെ. മാത്രമല്ല ഈ ഗവർണർ തന്നെ പറഞ്ഞു ഈ സർക്കാരിനെ സഹായിക്കുകയാണ് എൻ്റെ ദൗത്യമെന്ന്. പക്ഷെ അദ്ദേഹം അതിന് യോജിച്ച രീതിയിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? അദ്ദേഹം ഒന്നുകൂടെ ചിന്തിക്കട്ടെ, അദ്ദേഹം ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കട്ടെ. ഈ സംഭവം കഴിഞ്ഞ ശേഷം മിനിസ്റ്റർക്ക് എന്താണ് തോന്നിയത്? അതായത് ഇത്രയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഞാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഗവർണർ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. അതെ, അല്ല, ഗവർണർ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് അദ്ദേഹം മനഃപൂർവ്വം പിന്നെ രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ശരി മിനിസ്റ്റർ, എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഏതാണ്ട്. എനിക്ക് മനസ്സിലായി മിനിസ്റ്റർ. എനിക്കിപ്പോൾ ഒരു സന്ദേശം കിട്ടി, താങ്കൾക്ക് മുഖ്യമന്ത്രിയുമായി ഒരു വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്, അതിന് താങ്കൾ പോകാൻ ധൃതിപ്പെടുകയാണ് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നന്ദി മന്ത്രി വി ശിവൻകുട്ടി, താങ്കൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. ഏതായാലും വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ, നിലപാടുകളുമായി മുന്നോട്ട് പോകും താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ഈ വൈകുന്നേരം താങ്കൾ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. മന്ത്രി വി ശിവൻകുട്ടി തത്സമയം 24-മായി സംസാരിക്കുകയായിരുന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടിയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കണ്ടുകൊണ്ടാണ് അതിനോട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് താൻ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞെങ്കിലും കാര്യമായ മാറ്റങ്ങൾ കണ്ടില്ല
എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല ഗവർണർ തിരുത്താൻ തയ്യാറല്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഭാരതാംബ ചിത്രം ഇനിയും ഇത്തരം ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത്തരം ചടങ്ങുകളുമായി സർക്കാരിന് സഹകരിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ വ്യക്തതയാർന്ന ഒരു നിലപാട് സർക്കാരിനുണ്ട് എന്നാണ് വി ശിവൻകുട്ടി ഈ അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞത്. ഏതായാലും മന്ത്രി പി പ്രസാദിന് തൊട്ടു പിന്നാലെ വി ശിവൻകുട്ടിയും ഭാരതാംബ ചിത്ര വിവാദത്തിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. പി പ്രസാദ് പരിപാടി തന്നെ മാറ്റുകയാണെങ്കിൽ വി ശിവൻകുട്ടിയെ പരിപാടിയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് വോക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണെന്നും ഭരണഘടനാനുസൃതമല്ലാത്ത ഭരണഘടന അതിന്റെ നട്ടെല്ലാണെന്നും അതിനപ്പുറമുള്ള ഒരു രാഷ്ട്ര സങ്കല്പത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് വിശദീകരിക്കുകയായിരുന്നു ഈ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖ പരിപാടിയിൽ വി ശിവൻകുട്ടി ചെയ്തത്. രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ദേശീയത, രാജ്യസ്നേഹം എന്നിവയിൽ പിന്നോട്ടില്ല എന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തൊഴുന്ന ഗവർണറുടെ ചിത്രം രാജ്ഭവൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വീണ്ടും ഒരു ഭാരതാംബ ചിത്ര വിവാദം. ഇക്കുറി കുറച്ചുകൂടി കനത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹം നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമുക്ക് തന്ന അഭിമുഖത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു. മാത്രമല്ല, ഈ നിലപാടുമായി രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഔദ്യോഗിക പരിപാടികളിൽ സർക്കാരിന് സഹകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിവാദം കൂടുതൽ രൂക്ഷമാകുമോ? സർക്കാർ രാജ്ഭവൻ ബന്ധത്തെ ഇത് ഉലയ്ക്കുമോ? ഉറപ്പായിട്ടും. കാരണം ഈ പോര് കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വിവാദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് ഭാരതാംബ ചിത്ര വിവാദത്തെ ചൊല്ലിയ പരിപാടി തന്നെ മാറ്റേണ്ടി വന്നത്. ഇതും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് താൻ കണ്ടു എന്നുള്ളത് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപും പ്രതികരിച്ചു. അത് സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ വണങ്ങാനും കുമ്പിട്ട് നിൽക്കാനും സർക്കാരിനോ മന്ത്രിമാർക്കോ കഴിയില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞതുമാണ്. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, രാജ്ഭവനെ RSSന്റെ ശാഖയാക്കാൻ അനുവദിക്കില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നുവെന്ന് രാജ്ഭവൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. ഇന്ന് ഈ പരിപാടി നടന്നതിന് ശേഷം വളരെ രൂക്ഷമായ ഭാഷയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ചാണ് രാജ്ഭവന്റെ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഈ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയും ഗവർണറെയും ഗവർണറുടെ ഓഫീസിനെയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പാലിച്ചില്ല. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകളെ കുറിച്ച് ധാരണയുള്ള ആളാണ് മന്ത്രി. എന്നാൽ അപമാനിക്കും വിധം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിട്ടും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് മാതൃകയാക്കാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള ചില കീഴ്വഴക്കങ്ങൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള അതിരൂക്ഷ വിമർശനം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിലും വലിയ പോരിലേക്ക് പോകും. ഏതെങ്കിലും തരത്തിൽ സർക്കാർ നിലപാട് പിന്നോട്ടില്ല എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ രാജ്ഭവനും സമാനമായി ഭാരതാംബയെ തഴഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു കോംപ്രമൈസിനുമില്ല എന്ന ഗവർണറും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് കണ്ടതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ ചോദ്യം. അനുനയ നീക്കമുണ്ടെങ്കിൽ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതും വരും ദിവസങ്ങളിലെ ആകാംക്ഷയാണ്. GK. ഷഫീദ്, ഇത് ഇപ്പോൾ കേവലം ഒരു ഗവർണർ സർക്കാർ തർക്കം അല്ലെങ്കിൽ അതിലെ അവ്യക്തത, അസ്വസ്ഥത എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിന് ഈ നിലമ്പൂരിലെ പോളിംഗ് ദിനത്തിൽ വീണ്ടും ഈ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അതിന് മറ്റു ചില രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് CPM RSS ബന്ധം എന്ന ആരോപണം വലിയൊരു ചർച്ചാ വിഷയമായി ഈ പോളിംഗ് ദിനത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആ കാര്യങ്ങളിൽ പരാമർശങ്ങൾ നടത്തി. KC വേണുഗോപാൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിന് മുഹമ്മദ് റിയാസ് മറുപടി നൽകി. അങ്ങനെ CPM RSS ബന്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ, അത്തരം ആരോപണം സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ വാക്പോര് നടന്ന ദിവസം കൂടിയാണിന്ന്. അതേ ദിവസമാണ് രാജ്ഭവനിലെ ഗവർണറുടെ RSS അജണ്ട നടപ്പാക്കൽ എന്ന ആരോപണവുമായി ഒരു മന്ത്രി രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുന്നത്. ഇത് CPMന് ഒരു പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ, അതല്ലെങ്കിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നതിന് സഹായകരമാകുമോ? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഈ നിലമ്പൂർ പോളിംഗിന്റെ പശ്ചാത്തലത്തിലാണ്.
ജി.കെ. ഉറപ്പായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുകയും RSSന്റെ അല്ലെങ്കിൽ RSS വൽക്കരണം, RSSന്റെ കാവ്യവൽക്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളൊരു സന്ദേശം അത് പുറത്തേക്ക് കൊടുക്കുക കൂടി CPM ലക്ഷ്യം വെക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. RSS കൂട്ടുകെട്ട് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അത് CPMന് വലിയ തലവേദനയായി മാറുകയും പിന്നാലെ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാതെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഏറിയ പങ്കും പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത്രയും RSS CPM ബാന്ധവത്തിൻ്റെ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് മന്ത്രി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. CPMനെ സംബന്ധിച്ച് ആ വിധത്തിലൊരു രാഷ്ട്രീയ സന്ദേശം ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ജി.കെ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത് സർക്കാർ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഗവർണർക്ക് അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് തന്നെ പലതരത്തിലുള്ള അർത്ഥങ്ങൾക്കും ധ്വനികൾക്കും കാരണമാകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് വരും കാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായും ഈ RSS കൂട്ടുകെട്ട് പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമാക്കുന്നത് പോലെ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ വിഷയമാക്കും. അതിനെ പ്രതിരോധിക്കുക CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരു വലിയ ബാധ്യതയാണ്. ആ ബാധ്യത അത് ഇത്തരം ചില കാര്യങ്ങളിൽ തങ്ങൾ RSS വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം ശക്തമായി ഉയർത്തേണ്ടത് CPMന്റെ ആവശ്യം കൂടിയാണ്. ജി.കെ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നിലമ്പൂർ വിധി എഴുതുകയാണ്, അതിന്റെ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. രാവിലെ മഴയെത്തും, പിന്നീട് മഴ മാറി നിന്നപ്പോഴും വോട്ടാവേശത്തിന് കുറവില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 60% പേരാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ അന്തരിച്ച മുൻ DCC അധ്യക്ഷൻ VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാനെത്തി. അവരെത്തില്ല എന്നൊക്കെയുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. അങ്ങനെയല്ല, അവർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, ആ പ്രതികരണങ്ങൾ നോക്കാം. അതിന് തൊട്ടു പിന്നാലെ സുഹൈൽ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരും. വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ പരാതിയില്ലാത്ത കാര്യമാണത്. UDF പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ UDFന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത്. അത് എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്. VV പ്രകാശിന്റെ മുൻ DCC അധ്യക്ഷൻ VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇനി വിപിൻ സി വിജയന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. വിപിൻ, ഇനിയിപ്പോൾ 4:30 മണിയായിരിക്കുന്നു സമയം, 4:35. ഇനി അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് പോളിംഗ്. എങ്ങനെയാണ് പോളിംഗ് ശതമാനം? എനിക്ക് തോന്നുന്നു അതിലൊരു റെക്കോർഡ് പോളിംഗ് വന്നിരിക്കുന്നത് 78% എൻ്റെ ഓർമ്മ. ഇപ്പോൾ ശതമാനം ഏതാണ്ട് 60% മേലെയായിട്ടുണ്ട് അല്ലേ വിപിൻ? അതെ, 60% കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് 56% എന്നാണ്. അത് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപുള്ള ഒരു കണക്കാണ്. ഇപ്പോൾ അത് 60 കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു 75-ന്റെ മുകളിലേക്കൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ആ ഒരു നിലയിലേക്ക് എത്താനുള്ളൊരു സാധ്യത കുറച്ച് കുറവാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എല്ലായിടത്തും പോളിംഗ് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് അത് രാവിലെ മുതൽ. പക്ഷേ നമ്മൾ സാധാരണ കാണുന്നത് പോലെ വലിയൊരു ജനത്തിരക്ക് പലപ്പോഴും കാണാൻ കഴിയുകയില്ല. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം 59 പോളിംഗ് ബൂത്തുകൾ അധികമായി ഇപ്രാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 263 ബൂത്തുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾത്തിരക്ക് അത്രത്തോളം തോന്നില്ല. പക്ഷേ ആ ഒരു ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നതിൻ്റെ ഒരു ഫ്ലോ അത് രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും കാണാനുണ്ടായിരുന്നു. ആളുകൾക്ക് എത്തി വളരെ സുഗമമായി തന്നെ വോട്ട് ചെയ്ത് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്രാവശ്യം ഒരുക്കിയിരുന്നു. ഒരു ബൂത്തിലും ഒരു 1050 ആളുകളേക്കാൾ കൂടുതൽ വോട്ടർമാർ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിലൊക്കെ ഒരു 2000-ഓളം ഒക്കെ വോട്ടർമാർ ഒരു ബൂത്തിലുണ്ടാവും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയൊരു തിരക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബൂത്തുകളുടെ എണ്ണം കൂട്ടിയത് കൂടുതൽ സൗകര്യമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും. ഒപ്പം ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഇത് ചുങ്കത്തറയിലെ ഇവിടുത്തെ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ തന്നെയാണ് ഇനി ഇവയെല്ലാം തന്നെ സൂക്ഷിക്കാൻ പോകുന്നത്. യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ സൂക്ഷിക്കാൻ പോകുന്നതും ഇവിടെ തന്നെയാണ്. 23-ാം തീയതി വോട്ടെണ്ണൽ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ആളുകളെ കാണുന്നതിന് വേണ്ടി, വോട്ടർമാരെ കാണുന്നതിന്
ചെയ്യുന്നതിനൊക്കെ വേണ്ടി ആര്യടൻ ഷൗക്കത്ത് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ വന്നത് എടക്കരയിൽ നിന്നാണ്. എടക്കരയിൽ വി പ്രകാശിന്റെ ഭാര്യയും മകളും വന്ന് വോട്ട് ചെയ്ത് അവർ മടങ്ങിയിരിക്കുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് പക്ഷേ ആ വീട്ടിലേക്ക് ഇപ്പോഴും പോയില്ല. അദ്ദേഹം ചുങ്കത്തറയിലെ ഇവിടെ എത്തി വോട്ടർമാരെ കാണുന്നതിനുള്ള ഒരു തിരക്കിലാണ്. വലിയ ശതമാനം പോളിംഗ് വരും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരുപോലെ കരുതുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഇന്നിപ്പോൾ രാവിലെ വലിയ രീതിയിലുള്ളൊരു മഴയൊക്കെ പെയ്തപ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നുണ്ടായിരുന്നു. മഴ ഉച്ചയോടുകൂടി വിട്ടു നിൽക്കുകയാണ്. അതോടുകൂടിയാണ് കുറച്ചുകൂടി പോളിംഗ് ഉയരും എന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത്. ശരി, പോളിംഗ് ശതമാനം ഇനിയും ഉയരാനാണ് സാധ്യത. 60% കടന്നിരിക്കുന്നു പോളിംഗ്. അനൌദ്യോഗികമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങൾ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് നോക്കിയപ്പോൾ 55% ഇനിയും തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പോളിംഗ് നിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഡൽ യു പി സ്കൂൾ, നിലമ്പൂരിലെ മോഡൽ യു പി സ്കൂളിന് മുന്നിൽ നിന്ന് ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ദീപക്, രാവിലെ മഴയുണ്ടായിരുന്നു, പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. എങ്കിലും റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ആ കണക്കിലേക്ക് എത്തുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉച്ച കഴിയുമ്പോഴും പോളിംഗ് വളരെ സ്റ്റഡിയായി ഉയരുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. മോഡൽ യു പി സ്കൂൾ നിലമ്പൂരിലെ സാഹചര്യം എന്താണ്? കൂടുതൽ വോട്ടർമാർ അവിടെ പോൾ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ടോ? ദീപക്. ഗോപി, പൊതുവിൽ മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രം നോക്കുമ്പോൾ ഇന്നത്തെ പോളിംഗ് നിരക്കിൽ നല്ല ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്ത് മോഡൽ യു പി സ്കൂളിൽ ഇവിടെ 5 പോളിംഗ് സ്റ്റേഷനുണ്ട്. അതിൽ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ 180 ബൂത്തിലാണ്. 180 ബൂത്തിൽ ഇപ്പോൾ ഒരു വോട്ടർമാർ പോലും ഇവിടെ ഇല്ല. 72% പോളിംഗ് 4:30 മണിയാകുമ്പോഴേക്കും ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാൻ അല്പസമയം കിട്ടിയിരിക്കുകയാണ്. കാരണം ഇത്രയും നേരം വലിയ തിരക്കായിരുന്നു ഇവിടെ പോളിംഗ് രേഖപ്പെടുത്താൻ വേണ്ടി, വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള തിരക്കില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ പോളിംഗ് സ്റ്റേഷൻ്റെ മുൻപിലുള്ള വരാന്ത നോക്കിയാൽ തന്നെ കാണാം. നേരത്തെ വലിയ തിരക്കുണ്ടായിരുന്നു. കനത്ത മഴയിൽ ഉച്ചയ്ക്കൊക്കെ വലിയ കനത്ത മഴയായിരുന്നു. ആ മഴയുടെ സമയത്ത് പോലും വലിയ രീതിയിലുള്ള തിരക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തിരക്കില്ല. പക്ഷേ ഒരു കാരണം 72% പോളിംഗ് ഒരു ബൂത്തിൽ, ഇതിൽ 180 ബൂത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 2 സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള 5 ബൂത്തുകളിലും വലിയ തിരക്കായിരുന്നു നേരത്തെ അനുഭവപ്പെട്ടത്. പക്ഷേ എന്നാൽ ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ബൂത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ അവിടുത്തെ ഒരു സാഹചര്യം കൂടി മനസ്സിലാവും. കാരണം വലിയ രീതിയിലുള്ള പ്രചരണം നടന്ന ഒരു മണ്ഡലം. ഉപതെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം നിലമ്പൂരിലേക്ക് ചുരുങ്ങി. അതുകൊണ്ട് തന്നെ പ്രചണ്ഡമായ ഒരു പ്രചരണം നടന്നു 25 ദിവസം. ആ 25 ദിനരാത്രം കാടും നാടും ഇളക്കിമറിച്ച ഒരു പ്രചരണമായിരുന്നു നിലമ്പൂരിൽ. വിഷയങ്ങൾ അതിൽ യുദ്ധം മുതൽ ഏറ്റവും ഒടുവിൽ നടന്ന വിവാദ പ്രസ്താവനകൾ വരെ അതിൽ വിഷയമായി. പക്ഷേ അതിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച നമുക്ക് പ്രകടമാണ്. അത് കൃത്യമായി നമുക്ക് രാവിലെ മുതൽ, അത് ഒരുപക്ഷെ നമ്മൾ രാവിലെ 6 മണിക്ക് നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ആദ്യത്തെ ലൈവ് ആരംഭിക്കുമ്പോൾ വരെ വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ മഴ മാറുന്നു. ഏറ്റവും ഒടുവിൽ കുറച്ചുപേർ വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് വന്നു ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ നിലമ്പൂരിൽ ഒരു 8 മാസത്തേക്കുള്ള ഒരു ജനപ്രതിനിധിയെ, ഒരു സാമാജികനെ തിരഞ്ഞെടുക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് നിലമ്പൂരിലെ വോട്ടേഴ്സ് തന്നെ തെളിയിക്കുകയാണ്. ഗോപി. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ചുങ്കത്തറ പള്ളിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലേക്ക് പോകുന്നു. അവിടെ മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. മിഥില, എങ്ങനെയാണ് ഈ സ്കൂളിൽ വോട്ടർമാരെത്തുന്നുണ്ടോ? തിരക്കുണ്ടോ? രാവിലത്തെ അപേക്ഷിച്ച് ഈ വോട്ടർമാരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണോ? ഗോപി, രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വോട്ടർമാരുടെ എണ്ണം കുറവാണ്. മിക്ക ബൂത്തുകളിലും ഇതുതന്നെയാണ്. ചുങ്കത്തറ പഞ്ചായത്തിലെ മിക്ക ബൂത്തുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഇപ്പോൾ 1-2 ആളുകൾ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ 159-ാമത്തെ ബൂത്തിൽ 72% വോട്ടും പോൾ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തിരക്ക്. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. കാലാവസ്ഥ അനുകൂലമായ സമയത്ത് കൂട്ടമായി എത്തി ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ദൃശ്യങ്ങളിലേക്ക് പോകുന്ന ബൂത്ത് 159-ാം ബൂത്താണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 72% പോളും ഇവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ളത് 161-ാമത്തെ ബൂത്താണ്. അവിടെ 800 വോട്ടർമാരാണുള്ളത്. അതിൽ 572 പേർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചുങ്കത്തറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വോട്ടർമാർ ഇങ്ങോട്ട് എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ്. ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ഈ ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഗ്രാമീണ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഉൾമേഖലകളിലേക്കെല്ലാം പോവുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉച്ചസമയത്ത് മുൻപ് എത്തി വോട്ട് ചെയ്ത് മടങ്ങിയ ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്.
സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റ് എല്ലായിടങ്ങളിലും ചുങ്കത്തറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 31,833 ഈ ചുങ്കത്തറ പഞ്ചായത്തിലെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണം. ഇതിലിപ്പോൾ എന്ത് തന്നെയായാലും ഒരു 60% മുകളിൽ പേർ ഇതിനകം തന്നെ വോട്ട് അതൊക്കെ നിങ്ങൾ കൊടുക്കുക. അത് 4 മണി 3:30 മണിക്കൊക്കെയുള്ള റിപ്പോർട്ടല്ലേ. വോട്ടിംഗ് ശതമാനം 70% മുകളിൽ വരും, ഒരു സംശയമല്ല. പിന്നെ ഒരു സംശയം വേണ്ട. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷൻ 61%, 62% വന്നിട്ടുള്ളൂ ബൈ ഇലക്ഷൻ. ഇത് മോർ ദാൻ 70 വരും. ഇപ്പോൾ ഈ ബൂത്തുകളിലൊക്കെ തന്നെ 70 ആയി. അവിടെ ഒരു ബൂത്തിൽ നിന്നപ്പോൾ 74 ആയി. അവർ എക്സ്പെക്ട് ചെയ്യുന്ന 80 ആണ്. പോളിംഗ് നടന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും. അതൊരു നല്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. ഒന്ന് വിളിച്ചവന് വളരെ പോസിറ്റീവായിട്ട് സൈനാണ്. ഓക്കെ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയനോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ 70%-ലധികം വരും പോളിംഗ്. പലയിടങ്ങളിലും നല്ല പോളിംഗ്, കനത്ത പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 70% മുകളിലേക്ക് ഈ പോളിംഗ് പോകും എന്നുള്ളതാണ്. വിപിൻ സി വിജയൻ ഉണ്ട് നമ്മളോടൊപ്പം. വിപിൻ, എന്താണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതീക്ഷകൾ? പോളിംഗ് ശതമാനം 70 കടക്കും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ. അതെ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ 64% നിലമ്പൂരിലെ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അത് ആയിരിക്കില്ല ഇപ്രാവശ്യം 70 മുകളിൽ പോകുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. അത് ഏകദേശം പല ബൂത്തുകളിലും 70% ആയിരിക്കുന്നു. ഇന്ന് അതിനേക്കാൾ മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു വിഷയമുള്ളത്, ഇന്നിപ്പോൾ VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാനെത്തുമോ എന്നുള്ളൊരു വലിയ ചോദ്യം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM അതൊരു വിഷയമാക്കി ഉയർത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച അന്ന് തന്നെ നന്ദന പ്രകാശിന്റെ ഒരു പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റിൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം പറഞ്ഞുകൊണ്ടും അച്ഛൻ്റെ ഓർമ്മകൾ ഇവിടെ തന്നെ ഉണ്ടാകും, അത് പച്ചയ്ക്ക് മനസ്സിലെന്നും ഉണ്ടാകും എന്നുള്ള ഒരു പോസ്റ്റ് വരുന്നു. അതിനുശേഷം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വിവാദം, അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ പല രീതിയിലും ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വീട്ടിലേക്ക് സന്ദർശിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ചർച്ചകളൊക്കെ M സ്വരാജ് ഈ ഒരു നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം അവിടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മുതൽ തന്നെ അദ്ദേഹം പോവുമോ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ വരുമോ, അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അവർ സ്ഥലത്തില്ല, അവർ വോട്ട് ചെയ്യാൻ എത്തില്ല എന്നുള്ളതായിരുന്നു എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. CPM പ്രത്യേകിച്ചും അതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 3:30 അവർ വോട്ട് ചെയ്യുകയും UDFന് ഒപ്പമാണ്, മരണം വരെ UDFനൊപ്പം നിൽക്കുകയും UDF ജയിക്കണമെന്നാണ് ആഗ്രഹം എന്നുള്ള ഒരു നിലപാട് അവർ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ച് എന്തായിരുന്നു കറുപ്പ് വസ്ത്രം ധരിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് ധീരതയുടെ പ്രതീകം എന്നുള്ളതായിരുന്നു നന്ദന പ്രകാശിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം. അപ്പോൾ UDFനൊപ്പം നിൽക്കുകയാണ്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ അതിന് മറുപടി പറയട്ടെ എന്നുകൂടി മകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. DCC പ്രസിഡന്റും ഒപ്പം തന്നെ 2021 UDF സ്ഥാനാർത്ഥിയുമായ VV പ്രകാശിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്ന് ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. അന്ന് ആ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്ത് ഒരു സഹകരണം ഉണ്ടായില്ല തുടങ്ങിയിട്ടുള്ള വിവാദങ്ങൾ ഇതിനു മുൻപ് തന്നെ വലിയ ചർച്ചയുണ്ടാക്കിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളായിരുന്നു കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത്. അതിനിപ്പോൾ ആ കുടുംബം മറുപടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏകദേശം 200 മീറ്റർ VV പ്രകാശിന്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് അവിടേക്ക് കയറിയില്ല. അത് ചോദിച്ചപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും UDFനകത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കാനും കഴിയുകയില്ല എന്ന് മാത്രം പറയുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ പല ബൂത്തുകളിലേക്ക് അദ്ദേഹം പല ബൂത്തുകളിലെത്തി വോട്ടുറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ആര്യാടൻ ഷൗക്കത്ത് ഉള്ളത്. GK. ശരി, VV പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ട് ചെയ്യാൻ എത്തി. അവർ വോട്ട് ചെയ്യാൻ വരില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കപ്പെട്ടിരുന്നു. അങ്ങനെയല്ല, തങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കറുപ്പ് വസ്ത്രം അണിഞ്ഞാണ് അവരെത്തിയത്. കറുപ്പ് ധീരതയുടെ പ്രതീകമാണ് എന്നാണ് മകൾ പറഞ്ഞത്. ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ വീട് സന്ദർശിക്കുകയോ വോട്ട് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം തന്നെ ഈ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി ഉയർത്താൻ ഇടതുപക്ഷവും ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ VV പ്രകാശിന്റെ ഭാര്യയും
ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കണ്ടു. മരണം വരെയും UDF-നൊപ്പമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുക കൂടി അവർ ചെയ്തിട്ടുണ്ട്. കറുത്ത വസ്ത്രം അണിഞ്ഞെത്തിയത് ധീരതയുടെ പ്രതീകമാണ് കറുപ്പ് എന്നതുകൊണ്ടാണ് എന്ന് മകൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചുങ്കത്തറ പള്ളിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി മിഥില ബാലൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മിഥില നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മിഥില, പറയൂ. ഗോപി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കാഴ്ചയും വിവരങ്ങളും എന്നത് നേരത്തെ നമ്മൾ കൂട്ടമായി വന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഉച്ച കഴിഞ്ഞിപ്പോൾ ഓരോ ആളുകളായി എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 159, 161, 158, 160 ഇങ്ങനെ 4 ബൂത്തുകളാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്കൂളിലുള്ളത്. ഇതിൽ ഒരു ബൂത്തിൽ ഇതിനകം തന്നെ 72% വോട്ട് പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബൂത്തിൽ 800 ആണ് ടോട്ടൽ വോട്ടുള്ളതെങ്കിൽ 572 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ ബൂത്തുകൾക്ക് പുറത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ വലിയൊരു സ്ക്വാഡ് വർക്ക് തന്നെയുണ്ട്. കാരണം ഒരു വോട്ടർ പട്ടിക നോക്കി ഇനി എത്ര ആളുകളെ ഇങ്ങോട്ട് എത്തിക്കണം. കഴിഞ്ഞ ദിവസം 22 ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഒരു നിലമ്പൂരിലെ പ്രചാരണം. പരസ്യ പ്രചാരണത്തിന്റെ ആവേശം എല്ലാം നമ്മൾ കണ്ടതാണ്. ആ ഒരു ആവേശമെല്ലാം അവർക്ക് എത്രത്തോളം ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ വോട്ടർ പട്ടിക വെച്ച് അവർ നോക്കുന്നത്. ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാനുണ്ടോ എങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഒരു സ്ക്വാഡ് വർക്ക് എല്ലാ മുന്നണികളുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഈ ഒരു ചുങ്കത്തറയുടെ ഒരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് PV അൻവറിന്റെ ഒരു എഫക്ട് അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ ചുങ്കത്തറ എന്നത്. ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ നേരത്തെ ഇടതുമുന്നണിയുടെ കൈവശമായിരുന്നു ഈ പഞ്ചായത്തെങ്കിൽ കൂറുമാറ്റത്തിലൂടെ ആ ഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമായ ഒരു സ്ഥിതിവിശേഷമുണ്ടായ പഞ്ചായത്താണ്. പ്രത്യേകിച്ച് സ്വതന്ത്ര തന്നെ കൂറുമാറി ഇടതിന് ഭരണം നഷ്ടപ്പെട്ട ഒരു സംഭവം. അത് PV അൻവർ ഇടതുമുന്നണി വിട്ടതിന് പിന്നാലെയാണ് ഇത്തരമൊരു മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു ചുങ്കത്തറ എന്നത് പറയുന്നത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഏറെ സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ ചുങ്കത്തറ എന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ വോട്ടുകൾ അത് വലിയ രീതിയിൽ തന്നെ ഈ ഒരു നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇതുതന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആളുകൾ ഇങ്ങോട്ട് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. പുറത്താണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സ്ക്വാഡ് പ്രവർത്തനം. അവർ വോട്ടർ പട്ടിക നോക്കി ഇനി ആരെങ്കിലും ഇങ്ങോട്ട് എത്താനുണ്ടോ എങ്കിൽ അവരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഗോപി, മിഥില ബാലനാണ് ചുങ്കത്തറ പള്ളിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന വോട്ടർമാരെ നമുക്ക് കാണാം. ഉച്ചയ്ക്ക് ഒരല്പം മന്ദഗതിയിലായിരുന്ന പോളിംഗ് വീണ്ടും ഒന്ന് ഉഷാറായി വരുന്നു. കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട്. 70% കിടക്കും. 70% ഉപരി വോട്ട് പോളിംഗ് ഉണ്ടാകും എന്നാണ് UDF സ്ഥാനാർത്ഥി അല്പം മുൻപ് പറഞ്ഞത്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നുണ്ട് അമരമ്പലത്ത് നിന്ന്. നിതിൻ, പറയൂ, അവിടെ എങ്ങനെയുണ്ട് പോളിംഗ്? നിലവിൽ ഇപ്പോൾ ഏതാണ്ട് 60%-ലധികം പോളിംഗ് അമരമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ ഇതിനും തന്നെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും വോട്ട് ചെയ്യാനായി സ്ത്രീകളടക്കമുള്ളവരുടെ ക്യൂ ഇവിടെ നമുക്ക് കാണാം. ഇടയ്ക്ക് ഒരു ശക്തമായ മഴ പെയ്തപ്പോൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി ആളുകളുടെ തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇനി ഏതാണ്ട് ഇനി ഒരു 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ വേഗത്തിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു തിരക്കിലാണ് എല്ലാ വോട്ടർമാരുടെ എല്ലാം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുള്ളിയോട് ഈസ്റ്റിലെ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലാണ്. 255, 254 അങ്ങനെ 2 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പൊതുവെ ശാന്തമായി തന്നെയാണ്, സമാധാനപരമായി തന്നെയാണ് അമരമ്പലം പഞ്ചായത്തിലെ പോളിംഗ് പുരോഗമിക്കുന്നത്. ഇടയ്ക്ക് കുറ്റമ്പാറ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ ആൾ അവിടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ തുടർന്നത് പോലീസുമായി ചില തർക്കത്തിൽ ഇടയാക്കിയിരുന്നു. അതിനുശേഷം ചില സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് അവിടെ ഒരുക്കിയതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമരമ്പലം പഞ്ചായത്തിൽ 77% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇക്കുറി അതിലും മുകളിലേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും LDF-ഉം അതോടൊപ്പം തന്നെ ബാക്കി UDF എല്ലാം തന്നെ വെച്ചു പുലർത്തുന്ന നമുക്കറിയാം. 2016-ലും 2021-ലും ഇടതുമുന്നണിക്ക് മേൽക്കൈ നൽകിയ പഞ്ചായത്താണ്. അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇക്കുറിയുമുള്ളത്. 2021-ൽ PV അൻവർ 2700 വോട്ട് ഭൂരിപക്ഷം ജയിച്ചപ്പോൾ 1494 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയത് അമരമ്പലം പഞ്ചായത്താണ്. ഇക്കുറി ഇടതുമുന്നണി ഇവിടെ വലിയ പ്രതീക്ഷ വെക്കുന്നു. കാരണം ഇത്തവണ സ്വരാജാണ്. മാത്രമല്ല പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതിന്റെ എല്ലാം തന്നെ ആവശ്യത്തിൽ ഈ
ഈ പഞ്ചായത്തിൽ LDF മേൽക്കൈ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. പക്ഷേ സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF ക്യാമ്പും അങ്ങനെ പ്രതീക്ഷ വെക്കുന്നു. അങ്ങനെ ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ അമരമ്പലം പഞ്ചായത്തിലെ ജനവിധിയും എന്തായാലും വലിയ നിർണായക സ്വാധീനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി 6 മണിക്കുള്ളിൽ തന്നെ പോളിംഗ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവയ്ക്കുന്നത്. മറ്റ് സ്കൂളുകൾ പ്രത്യേകിച്ചും പൂക്കോട്ട് വഴി അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായി തന്നെ ഇപ്പോൾ ആളുകൾ തുടങ്ങുന്നുണ്ട്. അല്പം ശക്തമായ മഴ പെയ്ത സമയത്ത് ആളുകൾ ഒരു തിരക്ക് കുറഞ്ഞെങ്കിലും നിലവിലിപ്പോൾ വീണ്ടും ആളുകളുടെ എല്ലാം തന്നെ തിരക്ക് പല ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ഇവിടെ സമാധാനപരമായി തന്നെയാണ് പുരോഗമിക്കുന്നത്. നിലവിലിപ്പോൾ ഏതാണ്ട് 62% പോളിംഗ് രേഖപ്പെടുത്തിയതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈയുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും അതേ മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. നേരത്തെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഈ പഞ്ചായത്തിലെ ബൂത്ത് സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോൾ മറ്റ് പഞ്ചായത്തിലടക്കം ഇപ്പോൾ അദ്ദേഹം പോകുന്നുണ്ട്. എന്തായാലും ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ ആളുകളുടെ എല്ലാം തന്നെ പ്രതികരണം ചോദിക്കാം. ചേട്ടാ, വലിയ ആവശ്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു തിരക്ക് കഴിഞ്ഞ വർഷം 77 ഇവിടെ രേഖപ്പെടുത്തി. ഇക്കുറി അതിന് മുകളിലേക്ക് പോകുമോ പോളിംഗ്? എന്തോ അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോളിംഗ് ഉണ്ടാവും. എങ്ങനെയാണ് വലിയ പൊതുവെ മണ്ഡലത്തിൽ ആവശ്യം? എങ്ങനെ മണ്ഡലത്തിന്റെ ആവശ്യം പറയാൻ നല്ല ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താം, അതൊക്കെ തന്നെ വികസനം നടത്താം. എന്തായാലും പല രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിലമ്പൂരിലെ ജനവിധി നമുക്കറിയാം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇക്കുറി എങ്ങനെയാകുമെന്ന് ഈ മാസം 23-ന് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിലെ പോളിംഗ് പുരോഗമിക്കുന്നു. 6 മണിക്ക് പോളിംഗ് അവസാനിപ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ 77 മുകളിൽ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് പറയാൻ സാധിക്കുക. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് 70% പുറത്തേക്ക് പോളിംഗ് കടക്കും എന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികൾക്കും അതുപോലെ വോട്ടർമാർക്കും ഒക്കെ ഉള്ളത്. ഇപ്പോൾ 65.27 ഏറ്റവും പുതിയ പോളിംഗ് കണക്കാണ് നമുക്ക് പുറത്തു വരുന്നത്. 65.27 ആണ് ഇപ്പോഴത്തെ പോളിംഗ് കണക്ക് പുറത്തു വരുന്നത്. അത് 70% കടക്കും എന്ന പ്രതീക്ഷ മുന്നണി സ്ഥാനാർത്ഥികളും പുലർത്തുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും ഇതേ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. 65.27% നിലവിലെ പോളിംഗ്. നമുക്ക് വഴിക്കടവ് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, എല്ലായിടങ്ങളിലും ഭേദപ്പെട്ട നിലയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രാവിലെ മഴ മാറി നിന്ന ശേഷം പിന്നീട് ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തി. ഉച്ചയ്ക്ക് അല്പം കുറവായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കൂടുതൽ ആളുകൾ എത്തുന്നതാണ് കണ്ടത്. 70% കടക്കും എന്നതാണ് പൊതുവിൽ ആളുകളുടെ ഒരു പ്രതീക്ഷ. എന്താണ് വഴിക്കടവിലെ വിവരങ്ങൾ? ഞാൻ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം എത്തിയ ഒരു പോളിംഗ് ബൂത്താണ്. അത് 35-ാം നമ്പർ പോളിംഗ് ബൂത്താണ്. ആ പോളിംഗ് ബൂത്തിൽ രാവിലെ ഏതാണ്ട് 1 മണിക്കൂറോളം പോളിംഗ് വൈകിയിരുന്നു. AUPS വഴിക്കടവ്, അവിടെയാണ് 35-ാം ബൂത്ത്. 4 ബൂത്തുകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. അതിൽ ഈ ബൂത്തിൽ മാത്രമാണ് ഒരു ഭേദപ്പെട്ട നിലയിലെങ്കിലും ആളുകൾ ഉള്ളതെന്ന് വേണം പറയാൻ. മറ്റ് ബൂത്തുകളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് കാലിയായി നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. അത്രമാത്രം വലിയൊരു ആൾക്കൂട്ടമൊന്നും ഇവിടെ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഔട്ടർ മേഖലയിലൂടെ ഒന്ന് യാത്ര ചെയ്തിരുന്നു. അതായത് ഇവിടുത്തെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളടക്കം യാത്ര ചെയ്തിരുന്നു. ആ യാത്ര ചെയ്ത ഘട്ടത്തിലെല്ലാം വലിയ ഒരു അളവിലുള്ളൊരു തിരക്ക് എവിടെയും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇന്ന് രാവിലെ 3 ഇടങ്ങളിലാണ്. അതായത് ഒന്ന് ഈ ബൂത്തിൽ പോളിംഗ് യന്ത്രം തകരാറിലായിരുന്നു. അതോടൊപ്പം തന്നെ മരുതയിലും സമാനമായ രീതിയിലുണ്ടായിരുന്നു. GHS മരുത 22-ാം ബൂത്തിലും വോട്ടിംഗ് യന്ത്രം കേടുവരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം 2-ാം നമ്പർ ബൂത്തിൽ തണ്ണിക്കടവ് എന്ന് പറയുന്ന 2-ാം നമ്പർ ബൂത്തിൽ സമാനമായ രീതിയിൽ തന്നെ വോട്ടിംഗ് യന്ത്രം തകരാറിലാവുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വൈകി പോളിംഗ് നടന്ന 3 ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. അതിലൊരു ബൂത്തിലാണ് ഇപ്പോൾ നിന്ന് നിൽക്കുന്നത്. അങ്ങനെയായിട്ട് പോലും ഇവിടെ ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ ഇനി പരമാവധി മുന്നണികൾ ശ്രമിക്കുക, പരമാവധി തങ്ങളുടെ വോട്ടുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതായത് ഇവിടെ നിന്നും അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതിനകത്തുണ്ട്. അവർ തയ്യാറാക്കുന്ന സ്ലിപ്പ്, വോട്ട് ചെയ്യുന്ന മുറയ്ക്ക് തയ്യാറാക്കുന്ന സ്ലിപ്പിൽ ബാക്കി നിൽക്കുന്ന ആളുകൾ, വോട്ടർ പട്ടികയിൽ ബാക്കി നിൽക്കുന്ന ആളുകൾ അത് കൃത്യമായി ലിസ്റ്റ് ചെയ്ത് ആളുകളെ വീട്ടിൽ പോയി കണ്ട് പരമാവധി വേഗത്തിൽ തന്നെ പോൾ ചെയ്യിപ്പിക്കാനുള്ളൊരു ഇടപെടൽ, അതാണ് ഈ അവസാന ലാപ്പിൽ ഉണ്ടാവുക. ഇവിടെ ഒരുപക്ഷെ 6 മണി വൈകിയ കാരണം 6 മണിക്ക് ശേഷവും പോളിംഗ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ സമയം അനുവദിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും നിലവിലിപ്പോൾ വലിയ തിരക്ക് ഈ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ മേഖലയിലില്ല. 62% പോളിംഗ് പഞ്ചായത്തിൽ മൊത്തം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായ വിവരം. അത് ഔദ്യോഗിക വിവരമല്ല, അനൗദ്യോഗിക വിവരമാണ്. മാത്രമല്ല, വിവിധ ആദിവാസി സെറ്റിൽമെൻറ്റുകൾ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പറയുമ്പോൾ ഒരുപക്ഷെ ആദ്യം എണ്ണുന്ന
പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്താണ്. സ്വാഭാവികമായും ഈ ഇവിടുത്തെ ഭൂരിപക്ഷം, അതായത് ഈ പഞ്ചായത്ത് നൽകുന്ന ഭൂരിപക്ഷം വിജയത്തെ നിശ്ചയിക്കും എന്നുള്ളതാണ് പൊതുവെ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും PV അൻവറിന് 35 വോട്ടുകളുടെ വ്യത്യാസം ആണ് ഉള്ളത്, ഭൂരിപക്ഷം ആണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ അതിന് മുൻപേ അത് വലിയ ഒരു മാർജിൻ ഉണ്ടായിരുന്നു, അതായത് ഭേദപ്പെട്ടൊരു മാർജിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ കഴിഞ്ഞ 2 ടേമുകളിലായി LDF-നാണ്. ഇടയ്ക്ക്, അതായത് ഇതിന് മുൻപുള്ള ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതി, അത് LDF-നായിരുന്നു. അങ്ങനെ മാറിയും മറിഞ്ഞും കിട്ടുന്ന ഒരു ഭരണസമിതിയാണ്. പക്ഷേ UDF-ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ്. പക്ഷേ എന്താകും എന്നുള്ള കാര്യത്തിൽ ഇനി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, വളരെ സജീവമായ രീതിയിൽ തന്നെ അവസാന ലാപ്പിൽ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ തുടരും. ആ നടപടികൾ കൂടുതൽ പേരെ, പരമാവധി ആളുകളെ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നതാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. വലിയ 70% പുറത്തേക്ക് പോളിംഗ് പോകും എന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുമുള്ളത്. നിലമ്പൂരിൽ പോളിംഗ് പുരോഗമിക്കുമ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവരുന്നു. 65.27 ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്ക്. 70% പുറത്തേക്ക് പോളിംഗ് എത്തും എന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥികളും നാട്ടുകാരും പങ്കുവെക്കുന്നത്. നമുക്കിനി നമ്മളോടൊപ്പം ഉള്ളത് മൂത്തേടത്ത് നിന്ന് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, ഇപ്പോൾ എങ്ങനെയുണ്ട് മൂത്തേടത്ത് പോളിംഗ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ്? ആളുകൾ കൂടുതലായി എത്തുന്നുണ്ടോ ഈ സമയം? മികച്ച പോളിംഗ് ആണ് മൂത്തേടം പഞ്ചായത്തിൽ ഇന്ന് രാവിലെ മുതൽ തുടരുന്നത്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ചില ബൂത്തുകളിലേക്ക് പോളിംഗ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ബൂത്ത് 61-ാം ബൂത്താണ്. ഇവിടെ ഏറെക്കുറെ പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 25ഓളം വോട്ടുകൾ മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. മറിച്ചത് തൊട്ടിപ്പുറത്തെ ബൂത്ത്, അത് 63-ാമത്തെ ബൂത്താണ്. ഇവിടെ വലിയ ക്യൂ ഒക്കെ കാണാം. അതായത് അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ആളുകൾ കൂടുതലായി എത്തുകയാണ്. ആ 1 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പോളിംഗ് കാര്യമായി തന്നെ ഒരു മന്ദഗതിയിലേക്ക് പോയിരുന്നു, മഴയടക്കം ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ അതിനുശേഷം ഒരു 4 മണിയോടുകൂടി ഇതാ വീണ്ടും നിലമ്പൂര് സജീവമായിരിക്കുകയാണ്. സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എല്ലാവരും ഒന്നാകെ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മൂത്തേടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് UDF-ന്റെ ഒരു കോട്ടയാണ്, അതിൽ ഒരു തർക്കവുമില്ല. ഇടത് തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ വർഷം പോലും UDF-ന് ഏകദേശം 2000-ഓളം വോട്ട് അതിൻ്റെ ലീഡ് ഇവിടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫ് സോണാണ്. അവിടെ എങ്ങനെയാണ് LDF-ന്റെ പുതിയ സ്ഥാനാർത്ഥി പെർഫോം ചെയ്യുക എന്നതും ഏറ്റവും നിർണായകമാണ്. ഒരു പക്ഷേ മൂത്തേടത്തടക്കം ഏതെങ്കിലും തരത്തിലൊരു വിള്ളൽ UDF കോട്ടയിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഗ്രിപ്പായി ഇടതുപക്ഷം കണക്കാക്കുന്നുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് മൂത്തെടുത്ത്. ഏതായാലും പോളിംഗ് ശതമാനം ഇപ്പോൾ 65.27 മുഴുവൻ ആളുകളും സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പരമാവധി പോളിംഗ് ഉയരും നിലമ്പൂരിൽ എന്ന് കരുതാം. സ്ഥാനാർത്ഥികളും നാട്ടുകാരും ഒക്കെ ഒരുപോലെ പ്രതീക്ഷിക്കുന്നതും അതാണ്. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.